ഇന്ന് ഞങ്ങൾ എറണാകുളം സിറ്റിയൊക്കെ വിട്ട് ദൂരെ ഒരു യാത്ര പോവുകയാണ്. ദൂരെ എന്ന് പറഞ്ഞാൽ അധികം ദൂരെയൊന്നും അല്ല കേട്ടോ. എറണാകുളം ജില്ലയിൽ തന്നെ മാമലക്കണ്ടം എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടിലേക്കാണ് യാത്ര. ഇവിടുന്ന് കഷ്ടിച്ച് 2.5 മണിക്കൂർ നേര്യമംഗലം വഴിയാണ് യാത്ര. ഞങ്ങൾ പോകുന്ന വഴിക്ക് കാഴ്ചകളൊക്കെ കണ്ട് ലഘു ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ആസ്വദിച്ചാണ് കേട്ടോ പോയത്. മാമലക്കണ്ടം ഒരു ട്രെക്കിംഗ് സ്പോട്ടാണ് കേട്ടോ. ഇവിടെയുള്ള മരം റിസോർട്ടിലാണ് ഞങ്ങൾ താമസിച്ചത്. പേര് പോലെ തന്നെ കാടിനോട് ചേർന്നുള്ള ഒരു അന്തരീക്ഷമാണ് ഈ റിസോർട്ടിൽ. ചെന്ന് കയറിയപ്പോൾ തന്നെ മാലയിട്ട് ഞങ്ങളെ സ്വീകരിച്ചു. അത് ഏലത്തണ്ടും ഏലക്കയും ചേർത്തുണ്ടാക്കിയ മാലയാണ്. നല്ല ഏലക്കയുടെ മണവുമുണ്ട്. ഇതൊരു മലമുകളിലാണ് കേട്ടോ. ഇവിടുന്ന് നോക്കിയാൽ കാട് മൊത്തം കാണാം. ഞങ്ങൾ നേരെ ചെക്ക് ഇൻ ചെയ്ത് മുറിയിലോട്ട് പോയി. വളരെ മനോഹരമായ മുറിയാണ്. കയറിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സ്പേഷ്യസും നല്ല ഇന്റീരിയറും ഒക്കെ കൊണ്ട് വളരെ അടിപൊളി ഒരു റൂമാണ്. നല്ല വ്യൂ ഉള്ള ബാൽക്കണി ഉള്ള റൂം തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങൾക്ക് റൂമിന്റെ മുകളിൽ തന്നെ ബാത്ത് ടബും അതിനോട് ചേർന്ന് തന്നെ ടോപ്പ് വ്യൂ ഉള്ള ഒരു ബാൽക്കണിയും ഉണ്ട്. ഇതൊരു സെപ്പറേറ്റ് കോട്ടേജ് ആണ്. എല്ലാത്തിനും സെയിം ഫെസിലിറ്റിയുമാണ്. മുറിയിൽ ടീ, കോഫി സെറ്റ്, പിന്നെ സ്നാക്സ്, മിനി ബാർ എന്നീ സൗകര്യങ്ങളും ഉണ്ട്. നിങ്ങളുടെ വാല്യുബിൾ സൂക്ഷിക്കാൻ ഒരു ചെറിയ ലോക്കറും ഇവിടെയുണ്ട്. ഞങ്ങൾ എത്തിയപ്പോഴേക്കും മീൽസ് ടൈം ഒക്കെ കഴിഞ്ഞിരുന്നു. പക്ഷെ ഞങ്ങൾ വിശന്ന് വലഞ്ഞു വന്ന കാരണം അവർ ഞങ്ങൾക്ക് മീൽസ് ഒക്കെ റെഡിയാക്കി തന്നു. നല്ല ഫുഡാണ് ഇവിടുത്തെ. ഈവനിങ് ആണെങ്കിൽ ഇവിടുത്തെ സ്നാക്സ് കൗണ്ടർ തുറക്കും. സ്നാക്സ് ഒക്കെ ഇവർ ലൈവ് ആയിട്ടാണ് ചെയ്തു തരുന്നത്. മാത്രമല്ല ഇവിടെ ഒരു മിനി ലൈബ്രറി ഉണ്ട്. വായനാശീലം ഉള്ളവർക്ക് ഇവിടെ ഇരുന്ന് നല്ല വ്യൂ ഒക്കെ ആസ്വദിച്ച് ബുക്ക് വായിച്ചിരിക്കാം. വിശാഖേട്ടന് ഞാനും കൂടി വൈകിട്ട് ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയത്. നല്ല നല്ല വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന് നോക്കുമ്പോൾ. അല്ലേ, നല്ല രസമുണ്ട്. ചായ കുടിയൊക്കെ കഴിഞ്ഞ് വിശാഖ് പൂളിലേക്കൊന്ന് നീരാടാൻ ഇറങ്ങി. ഇനിയാണ് ഹൈലൈറ്റ്സ്. രാത്രി മണിയൻ ചേട്ടന്റെ കമ്പം കാച്ചിലുണ്ട്. കമ്പം കാച്ചിൽ എന്ന് പറഞ്ഞാൽ ചിക്കനിൽ മസാലയൊക്കെ പുരട്ടി എണ്ണയിലൊക്കെ തിരുമ്മി മാറ്റി വെച്ച ശേഷം ഇതുപോലെ ഒരു മുളയെടുത്ത് അകത്തൊക്കെ വൃത്തിയാക്കി അതിലോട്ട് ഫിൽ ചെയ്യും. എന്നിട്ട് മണിയൻ ചേട്ടൻ അതെടുത്ത് കനലിലേക്ക് ഇടും. ഇനി ഇത് കുക്കായി വരണം. അതുവരെ മണിയൻ ചേട്ടന്റെ കലാപരിപാടികളൊക്കെ ആഘോഷിക്കാം. ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളുടെ കമ്പം കാച്ചൽ റെഡി. മുളയിലെ ബിരിയാണി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ മുളയിൽ ഒരു ചിക്കൻ റെസിപ്പി ഞാൻ ആദ്യമായിട്ടാണ് ടേസ്റ്റ് ചെയ്യണത്. മുളയിലിട്ട് ഉണ്ടാക്കിയപ്പോൾ മുളയുടെ എസൻസും മണവും ഒക്കെ ചേർന്ന് നല്ല കിടുക്കാച്ചി ടേസ്റ്റ് ഉണ്ടായി. രാവിലെ ഒരു 6 മണിയാകുമ്പോൾ മണിയൻ ചേട്ടൻ ഒരു ട്രെക്കിങ്ങിന് കൊണ്ടുപോകും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ജീപ്പ് ബൈ ഓഫ് റോഡ് പോകാം, അതല്ലാതെ കാട്ടിലൂടെ നടന്നു പോകാൻ പറ്റുന്ന ഒരു വഴിയുമുണ്ട്. അതാണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. അങ്ങ് ദൂരെ മാറി ഒരു വെള്ളച്ചാട്ടമുണ്ട്. അവിടേക്കാണ് ഞങ്ങൾ പോകുന്നത്. വെള്ളച്ചാട്ടത്തിൽ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി വന്നു. ഇവിടെ തന്നെ ഒരു പ്ലേ ഏരിയയും ഉണ്ട്. ഇവിടുത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നല്ല സ്പ്ലെറ്റഡ് ആണ്. ഞങ്ങൾ 2 ദിവസം വീക്കെൻഡ് ഇവിടെ അടിച്ചു പൊളിച്ചു. പോകുന്ന വഴിക്ക് മാമലക്കണ്ടം ഹൈസ്കൂളിൽ കയറി.
ഇവിടെയാണ് ഫേമസ് ആയ ഇടുക്കി ഗോൾഡിന്റെ ലൊക്കേഷൻ.